ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു പായസം ഉണ്ടാക്കിയാലോ. ഒരു സേമിയ പായസമാണ്. പക്ഷേ സേമിയ പായസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ സേമിയ പായസം, ഇതിനെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന്. പക്ഷെ നമ്മുടെ ഈ ഒരു സേമിയ പായസത്തിന് പ്രത്യേകത ഉണ്ട്. ഇതൊരു കസ്റ്റർഡ് ഫ്രൂട്ട് മിക്സഡ് സേമിയ പായസമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക പേര് തന്നെയല്ലേ. ഈ പേരിൻ്റെ പ്രത്യേകത പോലെ തന്നെ കഴിക്കാനും നല്ല പ്രത്യേകതയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റർഡ് ഫ്രൂട്ട് മിക്സഡ് സേമിയ പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 250 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ 250 ഗ്രാം എടുക്കാം, അൺറോസ്റ്റഡ് സേമിയ ആണെങ്കിലും 250 ഗ്രാം എടുക്കാം. റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ ഇനി റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഓൾറെഡി പായസത്തിലേക്ക് ഇട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്, 2.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡറിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കുക. ഞാൻ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ആൽമണ്ട്സ് നീളത്തിലൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 50 ഗ്രാം കാഷ്നട്ട് 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 50 ഗ്രാം റേസിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറുത്ത മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ റേസിൻസ് തന്നെ ബ്ലാക്ക് റേസിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ഗ്രാം റേസിൻസും കൂടി എടുക്കാം. ഒരു വലിയ ആപ്പിൾ എടുത്തിട്ടുണ്ട്, 2 ഏത്തപ്പഴം. അതായത് വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒരെണ്ണം മതി. ഇത് വലിയ ഏത്തപ്പഴവും ചെറിയ ഏത്തപ്പഴവും കൂടി ആയതുകൊണ്ട് ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2.5 ലിറ്റർ പാലാണ്, അതായത് 5 പാക്കറ്റ് പാല്, 1/2 കിലോ പഞ്ചസാര. 1/2 കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 400 ഗ്രാം മുതൽ 425 ഗ്രാം വരെ പഞ്ചസാര ചേർത്താൽ മതി. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ വേണ്ടത് നെയ്യും ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി 1.5 ടീസ്പൂൺ വേണം. നെയ്യ് ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ആദ്യം നമുക്ക് ഈ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ അവസാനം മാത്രം ആപ്പിളും ഏത്തപ്പഴവും കട്ട് ചെയ്തെടുക്കുക. ആദ്യമേ ആപ്പിളും ഏത്തപ്പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ കട്ട് ചെയ്യുള്ളൂ. ആദ്യം നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം സേമിയ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ നെയ്യിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ തന്നെ ഞാൻ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പലതിനും പല കുക്കിംഗ് ടൈമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒരുമിച്ച് ഫ്രൈ ചെയ്യാതെ പല ടൈമിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂനട്ടും റൈസിൻസും വേണമെങ്കിൽ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ആൽമണ്ട്സ് മാത്രം സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കാഷ്നട്ടും റൈസിൻസും ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ്. കാഷ്നട്ട് ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എത്രത്തോളം നട്ട്സും ഫ്രൂട്ട്സും ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസിൻസും കൂടെ ആഡ് ചെയ്യാം. റൈസിൻസും കൂടെ ആഡ് ചെയ്തിട്ട് റൈസിൻസ് ഒന്ന് വീർത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിൻസും ഇതാ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആൽമണ്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളറൊന്നും വല്ലാതെ മാറിയിട്ടില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട്സും ഒന്ന് കുക്കായി വരട്ടെ. ആൽമണ്ട്സ് ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയി പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി വരുമ്പോൾ തന്നെ നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഈ നെയ്യിൽ വീണ്ടും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആൽമണ്ട്സും കുക്കായി വരട്ടെ, അതുവരെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൽമണ്ട്സും റെഡി ആയി കഴിഞ്ഞു. നമുക്കിതും ആ റൈസിൻസും കാഷ്നട്ടും മാറ്റി അതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. വീണ്ടും നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇതേ നെയ്യിൽ തന്നെ നമ്മുടെ സേമിയയും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. നമുക്ക് സേമിയ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സേമിയ റോസ്റ്റ് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, സേമിയയുടെ കളർ മാറിപ്പോരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്താണ് നമ്മൾ ആപ്പിളും പഴമൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിന് മുൻപേ കട്ട് ചെയ്ത് വെക്കരുത്. അപ്പോൾ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ചെറുതായിട്ട് കളർ മാറിയാൽ മതി. സോ ഇതാ നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും കളർ മാറ്റി എടുക്കുന്നുള്ളൂ കേട്ടോ, വല്ലാതെ കളർ മാറുന്ന രീതിയിൽ എടുക്കുന്നില്ല. ഇത്രയും കളർ മാറുമ്പോൾ തന്നെ ഞാനിത് നെയ്യിൽ നിന്ന് മാറ്റാണ്. ഇതേ പാൻ തന്നെ തുടച്ചിട്ട് ഞാൻ ഇതിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വഴറ്റിയെടുക്കുന്നത്. ഇത് തുടച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് ഇത് തുടച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ നിന്ന് സേമിയ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നമുക്ക് നെയ്യുടെ ആവശ്യമില്ല കേട്ടോ, 1 ടീസ്പൂൺ നെയ്യും കൂടി മതി. ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. ആപ്പിളിൻ്റെ കൂടെ തന്നെ ഏത്തപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ഏത്തപ്പഴം ആപ്പിളും ചെറുതായിട്ടൊന്ന് കുക്കായി വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഓവർ കുക്കാവേണ്ട, പഴം ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. ആപ്പിളിൻ്റെയും പഴത്തിൻ്റെയും കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ആപ്പിളിലേക്കും പഴത്തിലേക്കും ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റായി ആപ്പിളും പഴവും ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ പോംഗ്രനേറ്റും കൂടി ആഡ് ചെയ്യാം. നല്ല കളർഫുള്ളായിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ടിൻ്റെ മിക്സ് മാറും. ഇതെല്ലാം ചേർന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. 2 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. തുറന്ന് വെച്ചിട്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈയെടുക്കാം, കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആപ്പിളും പഴവും പോംഗ്രനേറ്റും എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്കിനി വലിയൊരു ഉരുളി വയ്ക്കാം നമ്മുടെ പായസം റെഡിയാക്കി തുടങ്ങാൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ വലിയ ഉരുളിയിലേക്ക് പാല് തിളപ്പിച്ചത് ചേർത്തിട്ടുണ്ട്. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ പാല് നമ്മുടെ കസ്റ്റർഡ് പൗഡറിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കസ്റ്റർഡ് പൗഡർ കട്ട കെട്ടാതെ ലൂസായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ഈ പാലിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് കുക്കായി വരട്ടെ. ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ് കേട്ടോ, തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി വെച്ചിരുന്ന പാലാണിത്. അപ്പോൾ നമ്മുടെ സേമിയ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് സേമിയ ഒന്ന് കുക്കായി വരുന്നത് വരെ, സേമിയ ഒരു 3/4 ഭാഗം കുക്കായി വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തിളപ്പിച്ച പാലാവുമ്പോൾ പിരിഞ്ഞു പോവും എന്നുള്ള പേടി വേണ്ട. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നിങ്ങൾ തിളപ്പിച്ച പാല് ചേർത്തിട്ട് പായസം ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ പാല് കൂടുതലും സേമിയ കുറവായിട്ട് തോന്നാം. ഇനി നമ്മുടെ കാഷ്നട്ടും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ചേരേണ്ടതുകൊണ്ട് ഇത്രയും പാല് ആവശ്യമാണ്. അപ്പോൾ ഇനി ഇത് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സേമിയ വെന്തോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. നമ്മുടെ ഈ ഒരു സ്പാറ്റില ഉണ്ടല്ലോ, സ്പാറ്റിലയിൽ ഇതുപോലെ സേമിയ എടുത്തിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ സേമിയ കുക്കായതിന് ശേഷം മാത്രം പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ഭാഗം പഞ്ചസാര ആദ്യം ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. സേമിയ വെന്തിട്ട് പഞ്ചസാര ചേർത്തില്ലെങ്കിൽ പിന്നെ സേമിയ വേവില്ല. അതുകൊണ്ടാണ് നമ്മൾ സേമിയ വെന്തിട്ട് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ. അത് നമുക്കൊരു ടിപ്പാണ്. പഞ്ചസാര ചേർത്തിട്ട് മധുരം കുറവായിട്ട് തോന്നുകയാണ്, പായസമൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്തോളൂ. നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും പായസത്തിലേക്ക്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇനി ചേർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പൈനാപ്പിൾ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ പൈനാപ്പിൾ കസ്റ്റർഡ് ചേർക്കാം, വാനില ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ വാനില കസ്റ്റർഡ് ചേർക്കാം, സ്ട്രോബെറി കസ്റ്റർഡാണ് ഇഷ്ടമെങ്കിൽ സ്ട്രോബെറി കസ്റ്റർഡ് ചേർക്കാം. അങ്ങനെ ഏതാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ വാനിലയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടം വാനില ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വാനില എടുത്തത്. കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പഞ്ചസാര ചേർത്ത് പാലൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് കസ്റ്റർഡ് മിക്സ് ഇളക്കി കൊടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ വേഗം തന്നെ കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് മിക്സ് ചേർത്തിട്ട് വേഗം ഇളക്കി കൊടുക്കുക. വേഗം കുറുകി പോവും. അതുകൊണ്ടാണ് വേഗം തന്നെ ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ നമ്മുടെ പായസത്തിൻ്റെ കളർ തന്നെ ഒന്ന് ചേഞ്ചായി ആ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വന്നു തുടങ്ങി. ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡേ വരുള്ളൂ, ഒരുപാട് ഡാർക്ക് യെല്ലോയിഷ് ആവില്ല. ഈ പായസം ഒരുപാട് കുറുകിയതുമല്ല ഒരുപാട് ലൂസും അല്ല കേട്ടോ. ഒരുപാട് കുറുകി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടുതൽ തിളപ്പിച്ചാൽ മതി. അപ്പോൾ സേമിയ ഓവർ കുക്കായി പോയത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സേമിയ ഓവറായിട്ട് കുക്കായി പോവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം പായസം കുറുകണം എന്നുള്ളതനുസരിച്ച് പാല് കുറുക്കിയെടുത്തതിന് ശേഷം മാത്രം സേമിയയുടെ വേവ് കണക്കാക്കുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിനി ഏലക്കാപ്പൊടി ചേർക്കാൻ പോവാണ്. ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് 1.5 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഏലക്ക ഫ്ലേവർ താല്പര്യമില്ലെങ്കിൽ വാനില എസൻസ് തന്നെ ചേർത്താലും മതി.
നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നിങ്ങൾക്ക് മധുരം ചെക്ക് ചെയ്യാം. മധുരം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി പഞ്ചസാര ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഞാനൊന്ന് മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ മധുരം ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് മധുരം കുറവാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മധുരം മുന്നിൽ നിൽക്കണം. നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും എല്ലാം ചേരുമ്പോൾ കുറച്ച് മധുരം കൂടുതലായിട്ട് നിൽക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം പഞ്ചസാര മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. 1/2 കിലോ പഞ്ചസാര എടുത്തതിൽ നിന്ന് 50 ഗ്രാം പഞ്ചസാര കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് ഒരു 1/2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇത്രയും മതി. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും റൈസിൻസും എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ മാത്രം മതി നിങ്ങൾക്ക് പായസം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചേർത്ത് പായസം ഉണ്ടാക്കാം. പക്ഷേ കുറച്ചുകൂടി ഫ്രൂട്ട് ആൻഡ് നട്ട്സ് കസ്റ്റർഡ് സേമിയ പായസം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കൂടി ചേർക്കണ്ടേ. ഇനി നമുക്ക് ഫ്രൂട്ട്സും കൂടി റെഡിയാക്കാം. ഫ്രൂട്ട്സും കൂടി റെഡിയാക്കാം എന്നല്ല കേട്ടോ, ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ബാക്കി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി. ഫ്രൂട്ട്സ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് ആൻഡ് നട്ട് കസ്റ്റർഡ് സേമിയ പായസം റെഡി ആയിക്കഴിഞ്ഞു. ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂടൊന്ന് കുറഞ്ഞിട്ട് ഇളം ചൂടിൽ കഴിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ഈ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണം. കറക്റ്റായിട്ട് ചൂട് മാറി വരുമ്പോഴേ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടൊക്കെ മാറി വന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഓണത്തിന് എല്ലാവരും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു പായസമാണ്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏലക്കയുടെ ഫ്ലേവർ ലാസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ നമ്മുടെ പായസം എന്താ ചൂടൊക്കെ കുറഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കായി ഇതായത് കണ്ടോ. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.